ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവം 2024 ഓവറോൾ വിജയികളായ NIG ക്ലബിന് ഓവറോൾ ട്രോഫി കൈമാറി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേരളോത്സവത്തിൽ ഓവറോൾ പ്രഖ്യാപിച്ച മാർക്ക് ലിസ്റ്റിൽ കൃത്രിമം നടന്നുവെന്ന് ഒരു കൂട്ടം ക്ലബ് അംഗങ്ങൾ ആരോപണങ്ങളായി വന്നതിന്റെ അടിസ്ഥാനത്തിൽ 2 തവണ ട്രോഫികൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പരാതികൾ യുവജനക്ഷേമ ബോർഡിലേക്ക് അയക്കുകയും അവിടെ നിന്ന് ലഭിച്ച മറുപടി പ്രകാരം പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് അംഗീകരിച്ചിട്ടാണ് ഓവറോൾ പ്രഖ്യാപിച്ചതെന്ന് സംഘാടക സമിതി പറഞ്ഞു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 2024 ഓവറോൾ ട്രോഫി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ചെറിയ തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. യുവജന മുത്തുള്ളിയാൽ അതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഇവിടെ വെച്ചിരുന്നു. ആ പരാതികളെല്ലാം പഞ്ചായത്ത് യുവജനക്ഷേമ ബോർഡിലേക്ക് അയച്ച് യുവജനക്ഷേമ ബോർഡിൽ നിന്നുള്ള മറുപടി പ്രകാരമാണ് പഞ്ചായത്ത് ഓവറോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവർ പറഞ്ഞ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3 പേര് വെച്ച് സംഘഗാനം പാടിച്ചു എന്നുള്ളതാണ്. അത് നമ്മൾ കത്താക്കി നമ്മൾ യുവജനക്ഷേമ ബോർഡിലേക്ക് അയച്ചിരുന്നു. അവിടെ നിന്ന് 1-ൽ കൂടുതൽ പേര് മത്സരിച്ചാൽ അത് ഗ്രൂപ്പ് ഇനമായിട്ട് കണക്കാക്കാവുന്നതാണെന്ന് ഉള്ള മറുപടിയെ തുടർന്നാണ് നമ്മളതിനെ അതിൽ ഉൾപ്പെടുത്തിയത്. നല്ല രീതിയിൽ തന്നെ കേരളോത്സവം നമ്മുടെ പഞ്ചായത്തിലെ യുവജനങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പരിപാടികൾ പങ്കെടുക്കാനായിട്ട് എല്ലാവരും ക്ഷണിക്കുന്നത്. അതിലിപ്പോൾ പേര് തന്ന മുഴുവൻ ആളുകൾക്കും എത്താതിരുന്ന സാഹചര്യം വന്നവർ അവരുടെ സ്കൂൾ ടൈമും അതുപോലെ ജോലി സമയം എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വന്നതിനാൽ മത്സരിക്കാനുള്ള അവസരങ്ങളാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അതെല്ലാ ക്ലബ്ബുകാർക്കും നൽകിയിട്ടുണ്ട്. ഒരു ക്ലബിന് പ്രത്യേകതയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഈ പറയുന്ന യുവജന മുത്തുള്ളിയാലും അങ്ങനെ തന്നെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എല്ലാവർക്കും അവസരം നമ്മൾ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ടും മാനുവൽ പ്രകാരമാണ് നമ്മൾ മത്സരം നടത്തുന്നത് എന്നുള്ളത് സംഘാടക സമിതി യോഗം വിളിച്ചു ചേർത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സംഘാടക സമിതി യോഗത്തിന് ശേഷം വീണ്ടും അവരറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ വിപുലമായൊരു സംഘാടക സമിതി യോഗം വിളിച്ചിരുന്നു. ഈ സംഘാടക സമിതി യോഗങ്ങളിലൊന്നും പങ്കെടുക്കാതെ നിരന്തര പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. അതിനാലാണ് ഓവറോൾ ട്രോഫി നൽകുന്നത് ഇത്രയും നാളും നീണ്ടുപോയത്. മുമ്പ് നമ്മൾ ട്രോഫി കൊടുക്കുന്നതിന് വേണ്ടി വെച്ച ദിവസത്തിൽ ബാക്കിയുള്ള ക്ലബ്ബുകാരെല്ലാവരും സമ്മാനം വാങ്ങിപ്പോയി. യുവജനക്കാർ മാത്രമാണ് അന്നും വാങ്ങാതിരുന്നത്. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അനിലൻ, വാർഡ് മെമ്പർമാരായ PS വനജ, ശ്രുതി വിജയൻ, KB പ്രജിത്ത്, K കൃഷ്ണകുമാർ, അൽഫോൺസ പോൾസൺ, സുനിത ജിനു, ധന്യ സുനിൽ, സിനി പ്രദീപ്, പ്രിയലത പ്രസാദ്, പഞ്ചായത്ത് സെക്രട്ടറി മുംതാസ് AV എന്നിവർ സംസാരിച്ചു.